ഗവർണറുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും സർവകലാശാലയിലെ പ്രവർത്തനങ്ങളിൽ അനിശ്ചിതത്വം തുടരുന്നു എന്നുള്ളതാണ്. വിസിമാരുടെ നിയമനം ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ ഗവർണർ ഇനിയും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടിയും ഉടൻ ഇടപെടലുണ്ടാകില്ല. മാസങ്ങൾക്ക് മുൻപ് പരിഗണനയ്ക്കെത്തിയ ബില്ലുകളിലും അനിശ്ചിതത്വം തുടരുകയാണ്. ചന്തു ചന്ദ്രശേഖരോട് നമുക്ക് വിവരങ്ങളുമായി. ചന്തു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ കേരള സർവകലാശാലയിൽ നിലനിൽക്കുന്ന ഭരണ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം വേണം എന്നൊരു ആവശ്യത്തോടെയായിരുന്നു ഇന്നലെ ഈ ഗവർണറും അതുപോലെ മുഖ്യമന്ത്രിയും 1 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ച നടന്നത്. പക്ഷേ പലതിലും തീരുമാനമായിട്ടില്ല. ഇപ്പോഴും അനിശ്ചിതത്വങ്ങൾ തുടരുകയുമാണല്ലേ? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അത് തന്നെയാണ്. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ നിലവിലെ ഈ സർവകലാശാല വിഷയങ്ങളിൽ എന്ത് നടപടി ഉണ്ടാകുമെന്നതാണ് ഏവരും ഉറ്റുനോക്കിയിരുന്നത്. പക്ഷേ ഇന്നലെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ രാജ്ഭവനിൽ നിന്നോ അത്തരം എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തിയതായൊരു സൂചന ലഭിച്ചിട്ടില്ല. നേരത്തെ ഇതുപോലെയുള്ള കൂടിക്കാഴ്ചകൾ നടക്കുമ്പോൾ എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ അത് രാജ്ഭവനോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഒക്കെ വിവരങ്ങൾ കൈമാറുന്നതാണ്. പ്രധാനമായും 1 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ഈ വിഷയങ്ങൾ സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി തുടരുകയാണ്, വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുന്ന നടപടികളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി പോകുകയാണ്, അത് ഒഴിവാക്കണമെന്ന് അടക്കമുള്ള ആവശ്യങ്ങൾ ഗവർണറുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഈ രജിസ്ട്രാറും വിസിയും തമ്മിൽ സർവകലാശാലയിൽ നിലനിൽക്കുന്ന തർക്കം അത് പരിഹരിക്കണമെന്ന് ഗവർണറോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതായാണ് നമുക്ക് സൂചന ലഭിക്കുന്നത്. ഗവർണർ തിരിച്ചും അത്തരത്തിൽ ഒരു റിപ്പോർട്ട്, അതായത് വിസി നേരത്തെ ഗവർണർക്ക് ഈ സർവകലാശാലയിൽ നടന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് വിസി ഗവർണർക്ക് കൈമാറിയിരുന്നു. ഈ റിപ്പോർട്ട് ഗവർണർ മുഖ്യമന്ത്രിയെയും കാണിച്ചതായാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഈ വിസി നിയമനങ്ങളുമായി ബന്ധപ്പെട്ടും അനിശ്ചിതത്വം തുടരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിൽ താൽക്കാലിക വിസിമാരെ നിയമിച്ച നടപടി ഹൈക്കോടതി റദ്ദാക്കിയ സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നും വിസിമാരെ നിയമിക്കണമെന്ന ഒരു ആവശ്യം മുഖ്യമന്ത്രി ഇന്നലെ മുന്നോട്ട് വച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. സർക്കാർ അത്തരത്തിൽ ഈ 2 സർവകലാശാലയിലും 3 വീതം പ്രൊഫസർമാർ ഉൾക്കൊള്ളുന്ന ഒരു പട്ടിക ഗവർണർക്ക് സമർപ്പിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിൽ സാങ്കേതിക സർവകലാശാലയിൽ പ്രൊഫസർ ഡോക്ടർ എ പ്രവീൺകുമാർ, പ്രൊഫസർ ജയപ്രകാശ്, പ്രൊഫസർ ആർ സജീവ് എന്നിവരുടെ പേരുകൾ സർക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. കൂടാതെ ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ MS രാജശ്രീ, ഡോക്ടർ MK ജയരാജ്, ഡോക്ടർ KP സുധീർ എന്നിവരുടെ പേരും സർക്കാർ പട്ടികയായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും വിസിമാരെ നിയമിക്കണമെന്ന ഒരു ആവശ്യം സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഹൈക്കോടതി റദ്ദാക്കിയ ഈ നടപടിക്കെതിരെ, അതായത് താൽക്കാലിക വിസിമാരെ നിയമിച്ച ഈ നടപടി ഹൈക്കോടതി റദ്ദാക്കിയത് ഒരു നടപടിക്കെതിരെ ഗവർണർ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തമല്ല. എന്തായാലും സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇന്നലെ നടന്ന കൂടിക്കാഴ്ചയിൽ എന്ത് തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ സർക്കാരും ഈ രാജ്ഭവനും തമ്മിൽ നിലനിൽക്കുന്ന ആ ഒരു പോര്, അതിനൊരു സമവായം, അതിലൊരു വെടിനിർത്തൽ കരാർ പോലെയുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇന്നലെ ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രാജ്ഭവനിലെത്തിയ മുഖ്യമന്ത്രിയെ ഗവർണർ ഊഷ്മളമായി തന്നെ സ്വീകരിച്ചു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സർവകലാശാലകളിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയും അതേസമയം സർവകലാശാലകളിൽ ഉടലെടുത്ത ഈ പ്രശ്നങ്ങളിൽ ഗവർണർ തിരിച്ച് അതൃപ്തി അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ പ്രശ്നങ്ങളിലേക്ക് ഇനി നീങ്ങാനുള്ള സാധ്യത കുറവാണ്. അതേസമയം പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇത് സർക്കാർ പ്രതിസന്ധിയിലാകുന്ന സമയങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു പോര് പെട്ടെന്ന് ഉണ്ടാകുകയും അത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി പെട്ടെന്ന് ഏതെങ്കിലും സാഹചര്യം ഉണ്ടാകുമ്പോൾ. ശരി, അപ്പോൾ ഈ ഇന്നലത്തെ കൂടിക്കാഴ്ചയിൽ ഇപ്പം നിലവിലെ സർവകലാശാല വിഷയം നമുക്കറിയാമല്ലോ, തുടങ്ങിയിട്ട് ഏറെക്കുറെ 1 മാസത്തോളം അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിരിക്കുന്നു ഈ പ്രതിസന്ധിയൊക്കെ തുടങ്ങിയിട്ട് ഭാരതാംബ വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. ഇപ്പോൾ നിലവിൽ സർക്കാരിന് ഇതൊന്ന് അവസാനിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഗവർണർക്കും ഇത് അവസാനിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇതിൽ രണ്ടിലും പെടാതെ നിൽക്കുന്നത് വിസി മോഹനൻ കുന്നുമ്മലാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇന്നലെ ഇപ്പോൾ മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ കൂടിക്കാഴ്ചയൊക്കെ നടന്നു. ഈ ഗവർണറുടെ തീരുമാനം എന്താണ് എന്നുള്ളൊരു കാര്യം നോക്കാം. ഇതിനൊരു അവസാനം വേണമല്ലോ, അല്ലേ? ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം വിദ്യാർത്ഥികളുടെ ഭാവിയാണ്, അവരുടെ എത്രയോ ഫയലുകളാണ്. പക്ഷേ മോഹനൻ കുന്നുമ്മൽ തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന എല്ലാ ഫയലുകളും താൻ ഒപ്പിട്ട് മാറ്റിയെന്ന അദ്ദേഹം പറയുമ്പോൾ തന്നെ ഈ 1000-ലധികം ഫയലൊക്കെ ഒരു ദിവസം വന്നത് എങ്ങനെയാണ് അതൊന്നും വായിച്ചു നോക്കാതെ വെറുതെ അങ്ങ് ഒപ്പിട്ട് വിടാനൊക്കെ കഴിയുക എന്നുള്ളതാണ്. അതും ഒരു ഉദ്യോഗസ്ഥൻ വന്നിരുന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ വിചിത്രമായ കാര്യങ്ങൾ.